36ാമത് നേറ്റോ സമ്മിറ്റ് നടന്നത് ജൂലൈ 7-8 ദിവസങ്ങളിലായിരുന്നു. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും 2 ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. ടർക്കിയിൽ വെച്ചാണ് നടന്നത്. ടർക്കിയുടെ ക്യാപിറ്റലായ അങ്കാരയിൽ വെച്ചാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത്. ഈ ഒരു സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് ടർക്കിയുടെ പ്രസിഡൻ്റായ എർഡോഗനാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിനായി ഖത്തർ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്ത പുതിയ അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഖത്തറി ഗിഫ്റ്റഡ് എയർക്രാഫ്റ്റിലാണ് അദ്ദേഹം ഈ അങ്കാരയിൽ എത്തിച്ചേരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഡിസിഷൻ അറിയിക്കുന്നത്. ആ ഒരു ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഇറാനുമായിട്ടുള്ള ഈ ഒരു സീസ് ഫയർ ഡീൽ, ദ സീസ് ഫയർ ഡീൽ വിത്ത് ഇറാൻ ഈസ് ഓവർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ വെടിനിർത്തൽ കരാറ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് 3 കൊമേഴ്ഷ്യൽ ഷിപ്സ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതിന് മറുപടിയായിട്ട് US ഇറാനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇനിയും ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതാണ് ഒന്നാമത്. ഈ സമ്മിറ്റിലുടനീളം ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഒരു സംഭാഷണം ആണ്. അദ്ദേഹം പറഞ്ഞു US യുക്രൈന് ഒരു റൈറ്റ് കൊടുക്കും, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള പേട്രിയോട്ട് മിസൈൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ് യുക്രൈന് കൊടുക്കും. അത് ഒരു തീരുമാനമാണ്. അതുപോലെ ഈ ഒരു യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി 70 ബില്യൺ യൂറോസ് ആണ് ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അതായത് ഈ നേറ്റോ സമ്മിറ്റിൽ വെച്ച് അപ്രൂവ്ഡ് ആയിരിക്കുന്നത് 70 ബില്യൺ യൂറോസ് ആണ്. മറ്റ് 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് $50 ബില്യൺ, അതായത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റംസിന് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുന്നു. $50 ബില്യൺ. അതിൽ $40 ബില്യൺ അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അൺക്രൂഡ് ആയിട്ടുള്ള, അതായത് ആളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സിസ്റ്റത്തിനും അതേപോലെ കൗണ്ടർ ഡിഫെൻസ് സിസ്റ്റംസ്, ഈ ഒരു 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് $40 ബില്യൺ അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. AI അസിസ്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിന് അവർ മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പ്രസിഡന്റ് ട്രംപ് ക്രിറ്റിസൈസ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ യൂറോപ്യൻ കൺട്രീസ് അവർ ഈ ഒരു നേറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മിറ്റിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ അവരൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം മുൻകൈ എടുത്ത് അതിലൊരു വർധനവ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അദ്ദേഹം മെമ്പർ സ്റ്റേറ്റ്സിനോട് 32 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്. അതിൽ വെറും 5 സ്റ്റേറ്റ്സ് മാത്രമാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. 3.5% ഓഫ് അവരുടെ GDPയുടെ 3.5% നേറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള നേഷൻസ് മിക്കവാറും ഉള്ളവർ 1.5% അവരുടെ GDPയുടെ 1.5% മാത്രമാണ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ 2035 ആകുമ്പോൾ 5%, അതായത് അവരുടെ GDPയുടെ 5% ഇവർ ചെലവാക്കാൻ തയ്യാറാകണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ചർച്ചയിൽ വന്ന മറ്റൊരു വിഷയം ഗ്രീൻലൻഡിനെ കുറിച്ചാണ്. ഗ്രീൻലൻഡ് പ്രസിഡന്റ് ട്രംപ് പിന്നീടും പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് US ഗ്രീൻലൻഡ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. US ആണ് ഗ്രീൻലൻഡിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. അതേ സമയം ഡെൻമാർക്കിന് പറയുന്നത് ഈ ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് തന്നെയാണ് അവരുടെ ഒരു സ്റ്റാൻഡ്. പക്ഷേ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു US ഈ ഗ്രീൻലാൻഡ് കൺട്രോൾ ചെയ്യണം. അടുത്തത് എന്ന് പറയുന്നത് US ടർക്കിക്ക് തങ്ങളുടെ F-35 ഫൈറ്റർ ജെറ്റ്സ് വിൽക്കുന്നതിനെ പറ്റി അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 2017 US ഒരു സാങ്ഷൻ കൊണ്ടുവരുന്നു. ആ സാങ്ഷൻ എന്ന് പറയുന്ന സാങ്ഷൻ്റെ പേര് കൗണ്ടറിങ്
അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന് പറയുന്നത് ഈ 2017 കൊണ്ടുവന്നത്. അതായത് ഈ ഒരു സാങ്ഷൻസ് ആക്ട് പ്രകാരം ഇറാൻ, റഷ്യ, നോർത്ത് കൊറിയ എന്നിവരുമായിട്ട് അതായത് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡിഫൻസ് ഡീലിലെത്തുന്നവർക്ക് ലഭിക്കാവുന്ന ഒരു സാങ്ഷനാണ് ഈ ഒരു സാങ്ഷൻ എന്ന് പറയുന്നത്. 2017 US ഇത് കൊണ്ടുവരുന്നത്. അതിനുശേഷം 2020 ടർക്കിക്ക് ഈ ഒരു സാങ്ഷൻ ലഭിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടർക്കി റഷ്യയുടെ കയ്യിൽ നിന്ന് അവരൊരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിക്കുന്നു. അതായത് S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിക്കുന്നു. അപ്പോൾ ടർക്കിയുടെ ഈ ഓൾറെഡി ഈ F-35 ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോഴേ US പറഞ്ഞു ഇത് ശരിയാകത്തില്ല, ഇവരുടെ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വെച്ച് ഞങ്ങളുടെ ടെക്നോളജിയും അവരുടെ ടെക്നോളജിയും കൂടെ ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്യേണ്ട എന്ന് ഇവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഈ ഒരു സിസ്റ്റം ടർക്കി വാങ്ങിച്ചപ്പോൾ തന്നെ ഇവരുടെ നേരെ ഈ ഒരു സാങ്ഷൻ വന്നു. അതായത് ഇതറിയുന്ന കാറ്റ്സ എന്നാണ് അറിയപ്പെടുന്നത്, സാങ്ഷൻസ് കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ട് വന്നു. ഇപ്പോൾ ടർക്കി ഇത് ഒന്ന് ഇളവ് ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും മാറ്റുന്നതിനെ പറ്റി ആലോചിക്കും എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. F-35 ഫൈറ്റർ ജെറ്റ്സ് അവർക്ക് വിൽക്കുന്നതിനെ പറ്റിയും പ്രസിഡന്റ് ട്രംപ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്പെയിനിനെ കുറിച്ചുള്ളതാണ്. അതായത് സ്പെയിനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ട്രേഡും ഇനി US ചെയ്യില്ല എന്ന തരത്തിൽ US പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അതായത് അവർ ഇനിയും ഞങ്ങളുടെ അടുത്ത് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഞങ്ങളായിട്ട് അങ്ങോട്ട് ഒരു ട്രേഡ് ഡീലിനും പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു രീതിയിലും സ്പെയിനിലോട്ട് വിസിറ്റ് പോലും ചെയ്യില്ല എന്നാണ് അദ്ദേഹം വളരെ കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മിറ്റ് കഴിഞ്ഞ് അതിനുശേഷം പ്രസിഡന്റ് ട്രംപ് തിരിച്ച് പോകുന്നത്, അദ്ദേഹം വന്നത് ഖത്തറി ഗിഫ്റ്റഡ് എയർക്രാഫ്റ്റിലാണെങ്കിൽ തിരിച്ചു പോകുന്നത് ആ എയർക്രാഫ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയ എയർഫോഴ്സ് 1 എയർക്രാഫ്റ്റിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ പല റിപ്പോർട്ടേഴ്സും അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരത്തിൽ ഇങ്ങനെ വേറെ ഒരു എയർക്രാഫ്റ്റ് 2 എയർക്രാഫ്റ്റ് എന്തിനാ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനും വരുന്നതിനുമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് ഒരു യൂറോപ്പിലേക്ക് അദ്ദേഹം തൻ്റെ ഖത്തറി ഗിഫ്റ്റഡ് എയർക്രാഫ്റ്റ് അയച്ചിരിക്കുകയാണ്. അങ്ങനെ അയക്കാനുള്ള കാരണം അവിടെയുള്ള സർവീസ് മെമ്പേഴ്സിന്, അവിടെയുള്ള ബേസിലെ സർവീസ് മെമ്പേഴ്സിന് അത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതെല്ലാം ആ ഒരു എയർക്രാഫ്റ്റ് കാണാനും അത് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം താൻ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് മറ്റേ പഴയ എയർഫോഴ്സ് 1 തിരിച്ചു വന്നത്. പക്ഷേ US മീഡിയ പൊതുവെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഖത്തറി എയർക്രാഫ്റ്റിൽ ഈ എയർഫോഴ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ പഴയ എയർഫോഴ്സ് 1 ഉള്ള അത്രയും ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ചെയ്യാൻ അതിൽ ഇപ്പോൾ എന്തൊക്കെയാണോ കുറവുള്ളത് അതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്, US മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, അദ്ദേഹത്തോട് വീണ്ടും മീഡിയ ചോദിച്ചു, അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണമാണോ ഇങ്ങനെ സ്വിച്ച് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. അതായത് തന്നെയാണ് ഇറാൻ്റെ ലിസ്റ്റിലെ ഫസ്റ്റ് മെമ്പർ അദ്ദേഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് കൊല്ലാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഏതായാലും അദ്ദേഹം വളരെ സേഫായിട്ട് US-ൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് US-ൻ്റെയും അതുപോലെ ഈ 32 മെമ്പർ സ്റ്റേറ്റ്സ് പങ്കെടുത്ത NATO സമ്മിറ്റിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ.